എറണാകുളം പറവൂരിൽ സ്കൂൾ ബസ് ഇടിച്ച് ബസ് സ്റ്റോപ്പ് തകർന്നു. ബസ് സ്റ്റോപ്പിന്റെ അകത്തുണ്ടായിരുന്ന 3 പേർക്ക് അപകടത്തിൽ പരിക്കുപറ്റി. ബസ് പിന്നോട്ടെടുക്കുന്നതിനിടെ മേൽക്കൂരയിൽ തട്ടിയാണ് അപകടമുണ്ടായത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. റിയ ബേബി വിവരങ്ങളുമായി. റിയ, ഈ രാത്രിയിൽ ബസ് സ്റ്റോപ്പിലും സമീപത്തും ഒക്കെ കിടന്നുറങ്ങുന്ന ആളുകളുടെ മുകളിലേക്ക് വാഹനങ്ങൾ പാഞ്ഞു കയറുകയും അപകടമുണ്ടാവുകയും ജീവൻ നഷ്ടമാകുന്നതിൻ്റെയും ഒക്കെ തുടർച്ചയായ സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതാ ഒരു ബസ് പിന്നിലേക്ക് എടുക്കുമ്പോൾ അവിടെ മറ്റാർക്കും പരിക്കില്ല എന്ന് തോന്നുന്നു, അല്ലേ? രതീഷ്, ഇത് വൈകുന്നേരമാണ് ഈ സംഭവം നടക്കുന്നത്. പറവൂർ നന്ദ്യാട്ടുകുന്നത്താണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോഴാണ് ഒരു അതിശയം തോന്നുന്നത്. കാരണം ഈ ബസ് സ്റ്റോപ്പിന്റെ മേൽക്കൂരയിലാണ് സ്കൂൾ ബസിന്റെ ഒരു സൈഡ് വന്ന് തട്ടുന്നത്. അത്ര വേഗതയൊന്നും അല്ല എന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തട്ടുമ്പോഴേക്കും ഇങ്ങനെ തവിട് പൊടിയായി ഇങ്ങനെ ബസ് സ്റ്റോപ്പ് കെട്ടിടം വീണു എന്നതാണ് ഒരു അതിശയമായി അവിടെ ഉണ്ടായിരുന്ന ആളുകളും നോക്കുന്നത്. എന്തായാലും 3 പേരായിരുന്നു കെട്ടിടത്തിന് ബസ് സ്റ്റോപ്പിനകത്തുണ്ടായിരുന്നത്. പ്രായമുള്ള ആളുകളാണ് 3 പേരും. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അതിൻ്റെ സൈഡിലുള്ള ഒരു ഇടവിലൂടെ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. അതിൽ ഒരാൾ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. ഗുരുതരമായ പരിക്കല്ല, പക്ഷേ തലയ്ക്കും മറ്റും പരിക്കുകളുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളും മറ്റും തലയിൽ വീണതിൻ്റെ പരിക്കുകളുണ്ട്. ഗുരുതരമല്ല 3 പേരുടെയും സ്ഥിതി. എന്തായാലും ഈ സ്കൂൾ ബസ് പിന്നോട്ട് എടുത്തപ്പോൾ അതിൻ്റെ ഒരു വശം ഈ ബസ് സ്റ്റോപ്പിന്റെ മേൽക്കൂരയിൽ തട്ടുകയായിരുന്നു. തട്ടിയ കാണുമ്പോൾ റോഡിലെ ടാറിനോട് ചേർന്ന് തന്നെയാണ് ബസ് സ്റ്റോപ്പ് എന്ന് തോന്നുന്നു. ആ നിലയിലാണ് അപകടം ഉണ്ടായതെന്ന് തോന്നുന്നു. ഈ സ്കൂൾ ബസ്സിനുള്ളിൽ കുട്ടികൾ ഉണ്ടായിരുന്നു. അതിന്റെ പിന്നിലെ ചില്ല് പൊട്ടിയെന്നാണ് ആ ദൃശ്യങ്ങളിൽ മനസ്സിലാകുന്നത്. ഈ 3 പേരുടെ പരിക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് ഗുരുതരമല്ല എങ്കിലും അവരുടെ സ്ഥിതി എങ്ങനെയാണ്? കുട്ടികൾ ഉണ്ടായിരുന്നോ ബസ്സിനുള്ളിൽ? ബസ്സിനകത്ത് കുട്ടികൾ ഉണ്ടായിരുന്നു. ചില്ല് പൊട്ടി അകത്തേക്ക് മറ്റും വീഴുന്ന സാഹചര്യമുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങൾക്കാർക്കും പരിക്കുകളില്ല. ബസ്സിന്റെ മുൻഭാഗത്ത് മറ്റുമായിരുന്നു കുട്ടികൾ ആ സമയത്ത് ഉണ്ടായിരുന്നത്. കുട്ടികൾക്കാർക്കും പരിക്കുകളില്ല എന്നതാണ് അവിടെ ഉണ്ടായിരുന്ന ആൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ബസ് സ്റ്റോപ്പ് കുറച്ച് നാൾ മുമ്പ് പണിതതാണ്. ഒരു കാലപ്പഴക്കമുണ്ട്. ഇതിന്റെ നിർമ്മാണം അശാസ്ത്രീയമാണോ എന്നതൊക്കെയാണ് ഒരു ചോദ്യമായി ഉയർന്നു വരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെ ഓർമ്മയ്ക്കായി സുഹൃത്തുക്കൾ പണിത് നൽകിയ ഒരു ബസ് സ്റ്റോപ്പാണ്. നന്ദ്യാട്ടുകുന്നത്താണ് ഈ ബസ് സ്റ്റോപ്പ് സ്ഥിതി ചെയ്യുന്നത്. കാലപ്പഴക്കം കൊണ്ട് സംഭവിച്ചതാണോ ഇങ്ങനെ ഒരു അപകടം എന്നതുമുണ്ട്. എന്തായാലും ബസ് പിന്നോട്ട് എടുക്കുമ്പോൾ അതിന്റെ മേൽക്കൂരയിൽ, ബസ് സ്റ്റോപ്പിന്റെ മേൽക്കൂരയിലാണ് തട്ടുന്നത്. അപ്പോൾ തന്നെ ഈ കെട്ടിടം അവിടെ തകർന്നു വീഴുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ആളുകൾ ഓടിയെത്തുമ്പോഴേക്കും ഈ ബസ് സ്റ്റോപ്പിനകത്തുണ്ടായിരുന്നവർ തന്നെ ഈ കെട്ടിടത്തിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നതും ആ ദൃശ്യങ്ങളിലുണ്ട്. ഒരാൾ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. അല്പം പ്രായമുള്ള ആളാണ്. പക്ഷെ ഗുരുതരമായ പരിക്കല്ല, മറ്റ് ആശങ്കകളില്ല. എന്നാലും ഇങ്ങനെ ഒരു ചെറിയൊരു തട്ടലുണ്ടായപ്പോൾ തന്നെ എങ്ങനെ കെട്ടിടം തകർന്നു വീണു എന്നതാണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശങ്കയും അത്ഭുതവും ഒക്കെ. എന്തായാലും കുട്ടികൾക്കോ ബസ് സ്റ്റോപ്പിനകത്തുണ്ടായിരുന്നവർക്കോ വലിയ പരിക്കുകൾ ഉണ്ടായില്ല എന്നതാണ് ആശ്വാസകരം. പക്ഷേ ഇത്തരം അപകടങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എറണാകുളം പറവൂരിൽ നിന്നുള്ള ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.